കുറച്ചു കാലമായി നമ്മുടെ ഏറ്റവും വലിയ വേദനയായിട്ട് മാറുകയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ല എന്ന കാര്യം. എന്തായാലും ഈ ഒരു സാമ്പത്തിക പാക്കേജ് ഇക്കാര്യത്തിൽ നമുക്കുണ്ടാകും, ബജറ്റിൽ ഇത് ഉൾപ്പെടുത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇതിൽ നിന്ന് പ്രഖ്യാപിക്കുമെന്നും ഒരു വിശ്വാസമുണ്ട്. എയിംസ് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നും കേരളം ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ബിസിനസ് ഡെസ്കിലെ കൃഷ്ണ ചെറിയാൻ നമുക്കൊപ്പം ചേരും. അതേപോലെ കേരളത്തിൻ്റെ പ്രതീക്ഷയെക്കുറിച്ച് അലക്സ് റാം മുഹമ്മദും മലബാറിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ച് ദീപക് തർമ്മടവും നമ്മോട് സംസാരിക്കും. ആദ്യം കൃഷ്ണ ചെറിയാൻ. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അപ്പം അലക്സ് ആൻഡ് ദീപക് ആൻഡ് കൃഷ്ണ ശരിക്കും ബജറ്റിൽ വലിയ പ്രതീക്ഷയാണ് പതിവ് പോലെ നമുക്ക് ഇത്തവണയും ഉള്ളത്. ബജറ്റ് കഴിയുമ്പോൾ എന്താകുമോ എന്തോ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ പിന്നിലേക്ക് നോക്കിയാൽ ഉദിച്ചുയരുന്ന സൂര്യനുണ്ട്, നമ്മുടെ തീരത്തെ സംരക്ഷിക്കുന്ന കോസ്റ്റ് ഗാർഡ് ഉണ്ട്, ഇവിടെ നിന്ന് ചെളി വാരിക്കളയുന്ന മാലിന്യങ്ങൾ വാരിക്കളയുന്ന ഡ്രഡ്ജറുകളുണ്ട്. അപ്പോൾ ഇത് മൂന്നും എൻ്റെ ബജറ്റ് പ്രതീക്ഷയുമായിട്ട് ഞാൻ ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ ഉയർന്നു വരുന്ന വികസിക്കുന്ന ഒരു ഭാരതത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രഖ്യാപനങ്ങളുമുള്ള ഒരു ബജറ്റായിരിക്കട്ടെ. രണ്ട്, ഈ നമ്മുടെ തീരങ്ങളെ സംരക്ഷിക്കുന്ന തീരസംരക്ഷണ സേനയെ പോലെ ട്രംപിൻ്റെ നയങ്ങൾ, അതേപോലെ തന്നെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, വിദേശത്തു നിന്നുണ്ടാകുന്ന എന്ത് സാമ്പത്തിക പ്രത്യാഘാതങ്ങളെയും നേരിടാൻ കഴിയുന്ന ഒരു ബജറ്റ് ആവട്ടെ. മറ്റൊന്ന്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ചില രോഗലക്ഷണങ്ങളുണ്ട്, ആ രോഗലക്ഷണങ്ങളെയൊക്കെ ഇങ്ങനെ മാറ്റിക്കളയുന്ന ഈ ഡ്രഡ്ജറുകളെ പോലെ അത് മാറ്റിക്കളയുന്ന പ്രഖ്യാപനങ്ങളുള്ള ഒരു ബജറ്റ് ആവട്ടെ. അപ്പോൾ ഇനി നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പോസിറ്റീവായ കാര്യമാണ്, ഒന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യം. ആദ്യം പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ഇപ്പോൾ ധനമന്ത്രിക്ക് ഒരു സമ്മർദ്ദവും ഇല്ലാതെ ബജറ്റ് അവതരിപ്പിക്കാം. കാരണം പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ജനപ്രിയ പ്രഖ്യാപനങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം ധനമന്ത്രിക്കില്ല. കർശനമായ ചില നടപടികൾ എടുക്കാവുന്ന സാഹചര്യമാണുള്ളത്. ഇനി മറുവശത്ത് സമ്പദ് വ്യവസ്ഥ ജൂലൈ 23 ബജറ്റിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുമ്പോൾ ചില രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. വളർച്ചാ മുരടിപ്പ്, ഉപഭോഗം കുറയുന്നു, അതേപോലെ തന്നെ വിലക്കയറ്റം, അത് ഭക്ഷ്യവിലക്കയറ്റം പ്രത്യേകിച്ച് 10% മുകളിൽ നിൽക്കുന്നു. പുറത്തുനിന്നുള്ള ആഘാതങ്ങൾ, സാക്ഷാൽ ശ്രീമാൻ ട്രംപിന്റെ അധികാരമേൽക്കലടക്കമുള്ള പുറത്തുനിന്നുള്ള ആഘാതങ്ങൾ വരുന്നു. ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ഉണ്ടാകുന്നു. ഇങ്ങനെ തൊഴിലില്ലായ്മ രാജ്യത്ത് രൂക്ഷമാകുന്നു. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളിലാണ് രാജ്യം നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു രോഗലക്ഷണങ്ങളായി കണ്ട് ഇതിനിപ്പോൾ തന്നെ പ്രതിരോധം ഏർപ്പെടുത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ കൂടി സമ്പദ് വ്യവസ്ഥ രോഗത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ വന്ന സാമ്പത്തിക സർവേയും ഇത് തന്നെയാണ് പറഞ്ഞത്. രാജ്യത്തിൻ്റെ അടിത്തറ വളരെ മെച്ചപ്പെട്ടതാണ്. പക്ഷേ ഈ മെച്ചപ്പെട്ട അടിത്തറയിൽ ചില പ്രശ്നങ്ങളുണ്ട്. തൊഴിലില്ലായ്മ, കാർഷിക മേഖലയിലെ മാന്ദ്യം. ഇപ്പോഴും കാർഷിക മേഖലയിൽ ഉൽപ്പാദനം 3.2% മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു ബജറ്റിലേക്കാണ് ധനമന്ത്രിക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഡിജിറ്റൽ വരവ് മൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, തൊഴിലാളികൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കാൻ ചില നടപടികൾ വേണം. നിയന്ത്രണങ്ങൾ കൂടുതൽ എടുത്തു മാറ്റണം. എങ്കിൽ മാത്രമേ രാജ്യത്ത് ഉപഭോഗം കൂടൂ, ഡിമാൻഡ് കൂടൂ. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചായിരിക്കും. പിന്നെ AI ഒരു വളർച്ച, അപ്പോൾ AI വളർച്ച അത് പ്രധാനമായി മുന്നിൽ കണ്ട് അതിന് വേണ്ട വികസനം, ഇതിനെല്ലാം ഉപരി കേരളവും പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ പാക്കേജിൽ പറഞ്ഞതുപോലെ 24,000 കോടിയുടെ സ്പെഷ്യൽ പാക്കേജ്, തീരശോഷണം തടയാനുള്ള പദ്ധതി, മനുഷ്യ വന്യമൃഗ സംഘർഷം തടയാനുള്ള പദ്ധതി, റബ്ബറിനും നെല്ലിനും ഒക്കെ താങ്ങുവില, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒന്നോ രണ്ടോ ഇടത്തെങ്കിലും ഈ കേരളത്തിന്റെ പേര് പറഞ്ഞുള്ള ഒരു ബജറ്റ് ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എസ് കെ. ഓക്കെ, താങ്ക് യു കൃഷ്ണ. കേരളത്തിന് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എല്ലാ ബജറ്റിലും നമ്മൾ കാര്യമായി പ്രതീക്ഷിക്കും, പലപ്പോഴും നമുക്കൊന്നും ലഭിക്കാറില്ല. നിങ്ങളൊക്കെ അത്യാവശ്യം ചായ കോഫിയെ കഴിച്ചു കാണുമല്ലോ. കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കൂടെ വേണ്ടിയാണ് ഞാൻ ഈ കട്ടൻ കോഫി കഴിക്കുന്നത്. അപ്പം അലക്സ് റാം മുഹമ്മദ് കൂടി നമുക്കൊപ്പം ശരിയാണ്. അലക്സെ, നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കുന്നത്, നമ്മുടെ ജോലി വല്ലതും തരുന്നത് ഡൽഹിയുടെ ജോലി, എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ? SK തീർത്തും ശരിയാണ്. ഒന്ന്, ഈ ബജറ്റിലേക്ക് നോക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകാൻ സാധിക്കുന്നില്ല. 1,600 രൂപ പെൻഷനെങ്കിൽ കേന്ദ്ര വിഹിതം ഒഴികെയുള്ള തുകയാണ് നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം എന്ന പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ കണ്ടതാണ്. ഈ പട്ടികജാതി വിഭാഗങ്ങൾക്കായുള്ള അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള അവരുടെ വിവിധ പദ്ധതികൾക്കായുള്ള 1,370 കോടി രൂപ വകയിരുത്തിയതിൽ നിന്ന് 500 കോടി രൂപ വെട്ടിക്കുറച്ചിരിക്കുന്നു. അത് ഭവന പദ്ധതി അടക്കം, ഭവന നിർമ്മാണ പദ്ധതി അടക്കം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ DA ഗഡു, അത്തരത്തിൽ ആ കുടിശ്ശിക അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ രൂക്ഷമായ സാമ്പത്തിക സ്ഥിതി സംസ്ഥാനം നേരിടുന്നു. അങ്ങനെ രൂക്ഷമായ സാമ്പത്തിക സ്ഥിതി സംസ്ഥാനം നേരിടുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേന്ദ്രമാണ്, കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന സർക്കാർ വിമർശിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത്, നികുതി വരുമാനത്തിലെ കുറവ്, അതുപോലെ കേന്ദ്ര വിഹിതത്തിലെ കുറവ്, ഇതൊക്കെ കാര്യമായി തന്നെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കിയെന്നാണ് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇതെല്ലാം ഒഴിവാക്കുന്നതിന്, ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ്, അത്
74,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ഈ ബജറ്റിൽ കേരളം പ്രതീക്ഷിക്കുന്നു SK എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഈ വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി 2,000 കോടി രൂപയുടെ പാക്കേജ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ്. ആ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി 5,000 കോടി രൂപ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ കേന്ദ്രത്തിന്റെ നിലപാട് മാറുമെന്ന പ്രതീക്ഷയും സംസ്ഥാന സർക്കാർ വെച്ചു പുലർത്തുന്നു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചിട്ടുണ്ട്. 3% നിന്നും 3.5% കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന് പറയുന്നു. പ്രവാസികൾക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഏതാണ്ട് 3,940 കോടി രൂപ അനുവദിക്കും എന്നൊരു പ്രതീക്ഷ അങ്ങനെ വെച്ച് പുലർത്തുന്നുണ്ട്. ഇനി കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടി ഏതാണ്ട് 4,500 കോടി രൂപ ലഭിക്കുമെന്ന് കേരളം പ്രതീക്ഷിക്കുന്നു. തീരദേശ ശോഷണം, കടലാക്രമണം തുടങ്ങി തീരദേശത്തെ പ്രശ്നങ്ങളാകെ നേരിടുന്നതിന് വേണ്ടി ഏതാണ്ട് 2,329 കോടി രൂപ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്നതിന് 1,000 കോടി രൂപ, തിരുവനന്തപുരത്തെ RCCയുടെ വികസനത്തിനായി 1,4 കോടി രൂപ, അങ്ങനെ റബ്ബറിന്റെ മിനിമം വില ഉയർത്തുന്നതിന് വേണ്ടി 1,000 കോടി, നെല്ലു സംഭരണത്തിന് 2,000 കോടി. അങ്ങനെ കേരളം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് SK. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുന്ന ബജറ്റ് ആയിരിക്കുമോ അതോ ഒരു പൊളിറ്റിക്കൽ ബജറ്റ് ആയിരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിന് ഈ പ്രത്യേകിച്ച് കോഴിക്കോട് എയിംസ് അടക്കമുള്ള ആവശ്യം വളരെ കാലമായി നിലനിൽക്കുന്നുണ്ട്. ഏതൊക്കെയായിരിക്കും നടപ്പിലാവുക, ഏതൊക്കെയായിരിക്കും ഈ ബജറ്റിൽ ഇടം പിടിച്ചിട്ടുള്ളതെന്നത് കണ്ടു തന്നെ അറിയണം. ഇത് കേന്ദ്ര ധനമന്ത്രിയുടെ 8ാമത് ബജറ്റാണ്. അതിൽ എത്രമാത്രം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് എത്രമാത്രം പരിഗണനയുണ്ട്, അതല്ലെങ്കിൽ കേരളത്തെ അവഗണിച്ചു എന്ന് ഈ 11 മണിക്ക് ശേഷം എന്താണെങ്കിലും കൃത്യമായി അറിയാം. പക്ഷേ വലിയ പ്രതീക്ഷ എന്ന് സംസ്ഥാന സർക്കാരും ധനമന്ത്രി പറയുമ്പോഴും കഴിഞ്ഞ ബജറ്റിലേക്ക് പോലെ ഒരു അവഗണന ഉണ്ടാകുമോ എന്നുള്ള ഭയവും സംസ്ഥാന സർക്കാരിനുണ്ട്. SK. താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. ഇനി നോർത്ത് മലബാറിൻ്റെ പ്രതീക്ഷ എന്താണ് ഈ ബജറ്റിൽ നമുക്ക് പരിശോധിക്കാം. ദീപക് ധർമ്മടം ചേരുന്നു. ദീപക്, മലബാറിലെ വ്യവസായികളുമായിട്ടും അതേപോലെയുള്ള ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞു. എന്തൊക്കെയാണ് അവർ വെച്ച് പുലർത്തുന്ന പ്രതീക്ഷ? SK ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ ബജറ്റുകളിലെല്ലാം തന്നെ ഏറെ പ്രതീക്ഷിക്കും, പ്രത്യേകിച്ചും വ്യവസായ സമൂഹം ഏറെ പ്രതീക്ഷിക്കും, പക്ഷേ ഒടുവിൽ നിരാശരാകും. ഇതാണ് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. മലബാർ ഒരു വ്യവസായ കേന്ദ്രങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. താരതമ്യേന വികസനം ഒരു വിളിപ്പാട് അകലെ നിൽക്കുന്ന പ്രദേശമാണ് വയനാട് ഈ ഉൾപ്പെടെയുള്ള മലബാർ മേഖല എന്ന് പറയാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൂരൽമല ദുരന്തത്തിന് ഒരു പുനരധിവാസ പാക്കേജ് തന്നെയാണ്. ആ പാക്കേജിന്റെ കാര്യത്തിൽ ബജറ്റിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പുനരധിവാസം എന്നുള്ള നിലയിൽ ഉറ്റുനോക്കുന്ന SK. പക്ഷേ എന്നാൽ കഴിഞ്ഞ ബജറ്റിലും ഏറെ പ്രതീക്ഷിച്ച എയിംസ് ഉണ്ട്. എയിംസിന് വേണ്ടി കാസർഗോഡും അതുപോലെ തന്നെ കോഴിക്കോട് കിനാലൂരിലും ഒക്കെയുള്ള സ്ഥലം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പോലും നടന്നതാണ്. പ്രാഥമികമായ പഠനം പോലും സംസ്ഥാന സർക്കാർ നടത്തിയതാണ്. പക്ഷേ എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ എയിംസ് ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല കഴിഞ്ഞ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷൻ ബജറ്റ് കൂടിയായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ എന്നാൽ ഈ ബജറ്റിൽ അത് ഏറെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ബേപ്പൂർ തുറമുഖ വികസനവും അതുപോലെ കരിപ്പൂർ വിമാനത്താവളം, കണ്ണൂർ വിമാനത്താവളം, കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിന് അധിക തുക എന്ത് നൽകും എന്നുള്ളതാണ്. ഇതിലൊക്കെ അപ്പുറം മലബാറിലെ മാത്രമായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ടൂറിസത്തിൻ്റെ കൂടുതൽ വികസനം ഉണ്ടാക്കുക എന്നുള്ളത്. നേരത്തെ കേന്ദ്രം ചില പണം അനുവദിച്ചിരുന്നു SK. പക്ഷേ എന്നാൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു മലബാറിൽ, അതും എക്കോ ടൂറിസം അതുപോലെ തന്നെ ബീച്ച് ടൂറിസം മേഖലകളിൽ കേന്ദ്രത്തിൻ്റെ പാക്കേജ് തന്നെ, പദ്ധതികൾ തന്നെ, പേര് പരാമർശിച്ചുകൊണ്ടുള്ള പദ്ധതികൾ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് വ്യവസായ സമൂഹവും ഒപ്പം തന്നെ സർക്കാർ പ്രതിനിധികളുമെല്ലാം മലബാറിൽ എന്തെങ്കിലും കേന്ദ്ര ബജറ്റുകൾ ഉണ്ടാകും, കേന്ദ്ര പദ്ധതികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് SK.